ടൈം സീരീസ് അനാലിസിസ് എന്ന പുതിയ മോഡ്യൂളിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈം സീരീസ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മോഡ്യൂളാണ്. 15 മാർക്സ്, 5 മാർക്സ്, 2 മാർക്സ് എല്ലാ വിഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇവിടെ എന്താണ് ടൈം സീരീസ്, ടൈം സീരീസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ആ കമ്പോണൻറ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്. ഇവിടെ ടൈം സീരീസ് അനാലിസിസ്, അപ്പോൾ നിങ്ങൾക്കിവിടെ ടൈം, വാല്യൂ ഇങ്ങനെ രണ്ട് വേരിയബിൾസിനെ കാണാനായിട്ട് പറ്റും. ടൈമിനെ ബേസ് ചെയ്തുള്ള ഒരു സീരീസിനെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ടൈമിനെ ബേസ് ചെയ്തുള്ള ഒരു സീരീസിനെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈമിനനുസരിച്ച് വാല്യൂവിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ടൈമിനനുസരിച്ച് വാല്യൂവിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ടൈമിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ടൈം സീരീസ് എന്ന് ഡിഫൈൻ ചെയ്യാം. സോ എ ടൈം സീരീസ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒബ്സർവേഷൻസ് അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലാനുസൃതമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ടൈം സീരീസ്. Here time is given as year. കൃത്യം ഓരോ വർഷം ഇടവിട്ട് ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സക്സസീവ് ഇന്റർവലാണ്. ഇത് 2 വർഷം വേണേലും 2000, 2002, 2004, 2006 എക്സെട്ര കൃത്യമായ ഇടവേളകളിൽ കളക്ട് ചെയ്യുക. ഏത് ഡേറ്റ ആണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈം സീരീസിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൻസസ് എടുക്കുന്നു. സെൻസസ് എടുക്കുന്നത് 10 വർഷം ഇടവിട്ടാണ്. അപ്പോൾ ആ ഡേറ്റയും ഒരു ടൈം സീരീസിന് എക്സാമ്പിളാണ്. സോ ഇൻ എനി ടൈം സീരീസ് വി ഹാവ് 2 വേരിയബിൾസ്. വൺ ഈസ് ടൈം ആൻഡ് അതർ ഈസ് വാല്യൂ. ഇപ്പം ടൈം സീരീസിൽ 2 വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് ടൈം, രണ്ടാമത്തേത് വാല്യൂ. ടൈം മേ ബി ഇയർ, അതുപോലെ ഇയർ ആകാം, ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പം ഡാറ്റ കളക്ട് ചെയ്യാം. മന്ത്, ഓരോ മാസം ഇടവിട്ട് ഡാറ്റ കളക്ട് ചെയ്യാം. വീക്ക്, ഡേ, അവർ എക്സെട്ര. Then value may be sales, maybe production, temperature, etc. Anyway, this value depends on time. Value time-നെ ഡിപ്പെൻഡ് ചെയ്താണ്. വാല്യൂ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ടൈം മാറുന്നതനുസരിച്ച് വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. സോ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടൈം. സോ വാല്യൂ ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. കാരണം വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ടൈം ഈസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ടൈം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ടൈം സീരീസിലെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഇനി സീരീസ് ബേസ്ഡ് ഓൺ ടൈം ഈസ് നോൺ ആസ് ടൈം സീരീസ്, ആൻഡ് ടൈം സീരീസ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒബ്സർവേഷൻസ് അറേഞ്ച്ഡ് ഇൻ chronological order. In any time series we have 2 variables. One is time and other is value, and that time may be year, half year,
month, week, day, hour, etc. And value. This value may be sales, production, profit, temperature, etc. And there are some factors influencing time series. The time series ne affect cheyna influence cheyna factors undu. ആ ഫാക്ടേഴ്സിനെയാണ് കമ്പോണൻസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയുന്നത്. കമ്പോണൻസ് ടൈം സീരീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കമ്പോണൻസ് എന്ന് പറയാം. Then the important components are 1. Secular trend. 2. Seasonal variation. 3. Cyclical variation. 4. Irregular variation. Thus we have 4 components: secular trend, seasonal variation, cyclical variation, irregular variation. ഈ 4 കമ്പോണന്റുകളിൽ സെക്കുലർ ട്രെൻഡ് refers to long period change. നീണ്ട കാലയളവിലുണ്ടാകുന്ന ഡേറ്റയിലുണ്ടാകുന്ന മാറ്റം, ലോങ് പീരീഡ് ചേഞ്ച്. അതേസമയം സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് സീസൺ അനുസരിച്ചാണ്. സീസൺ ആകുമ്പോൾ നമുക്കറിയാം ഷോർട്ട് പീരീഡ് ആണ്. അപ്പോൾ അതിൻ്റെ പീരീഡ് 1 ഇയറിൽ കുറവാണ്. അപ്പോൾ സീസൺ അനുസരിച്ച് അല്ലെ സീസൺ ഡേറ്റയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. സൈക്ലിക്കൽ വേരിയേഷൻ, അതിൻ്റെ പീരീഡ് 1 ഇയറിൽ കൂടുതലാണ്. ഇറഗുലാർ വേരിയേഷനകത്ത് പ്രത്യേകിച്ച് പീരീഡ് ഒന്നുമില്ല, അതെപ്പം വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ സെക്കുലർ ട്രെൻഡ് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സെക്കുലർ ട്രെൻഡ് റെഫേഴ്സ് ടു ലോങ് പീരീഡ് ചേഞ്ച്, നീണ്ട കാലയളവിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് ദി ജനറൽ ടെൻഡൻസി ഓഫ് ദി ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയുടെ ജനറൽ ടെൻഡൻസി, പൊതുവായ ഒരു പ്രവണത സെക്കുലർ ട്രെൻഡിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സ്മൂത്ത്, റെഗുലർ ആൻഡ് ഗ്രാജുവൽ മൂവ്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അപ്പം ഡേറ്റയുടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള മൂവ്മെന്റ്, നോട്ട് ഇറഗുലർ, റെഗുലർ മൂവ്മെന്റ് ആൻഡ് ഗ്രാജുവൽ, നോട്ട് സഡൻ, ഗ്രാജുവൽ മൂവ്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. So we have trend movement as upward or downward. Trend in the movement upward or downward or ട്രെൻഡ് മൂവ്മെന്റ് അപ്വേർഡ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകാനുള്ള 2 കാരണങ്ങൾ പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്, രണ്ടും അപ്വേർഡ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ 2 കാരണങ്ങൾ മൂലം അപ്വേർഡ് ട്രെൻഡ് ഉണ്ടാകാവുന്നതാണ്. ആൻഡ് ഓൾസോ വി ഹാവ് ഡൗൺവേർഡ് ട്രെൻഡ്. ഡൗൺവേർഡ് ട്രെൻഡ് മേ ബി ഡ്യൂ ടു lack of demand, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇപ്പോൾ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാതെ വരിക, അപ്പോൾ കർവ് ട്രെൻഡ് താഴേക്കായിരിക്കും, ഡൗൺവേർഡ് ആയിരിക്കും. ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ അഭാവം,
പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽസ് ഇല്ല. അപ്പോൾ പ്രൊഡക്ഷൻ കർവ് ഡൗൺവേർഡ് ആയിരിക്കും. അങ്ങനെ ട്രെൻഡിൻ്റെ മൂവ്മെൻറ്റ് അപ്വേർഡോ ഡൗൺവേർഡോ ആകാവുന്നതാണ്. ആൻഡ് ഓൾസോ സഡൻ ചേഞ്ചസ് ഹാവ് നോ പ്ലേസ്. പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവും സെക്യുലർ ട്രെൻഡിലില്ല. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞു സ്മൂത്ത് മൂവ്മെൻ്റ് ആണ്. സ്മൂത്ത് കർവ് വന്നെങ്കിൽ സ്മൂത്ത്, ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല. റെഗുലർ മൂവ്മെൻറ്റ് ആൻഡ് ഗ്രാജുവൽ മൂവ്മെൻറ്റ്. പെട്ടെന്നൊരു ഇൻക്രീസ് അല്ല വരുന്നത്. ഇതൊരു പെട്ടെന്നൊരു ഇൻക്രീസ് വരുന്നില്ല, ഗ്രാജുവൽ ആയിട്ടാണ് ഇൻക്രീസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ സെക്യുലർ ട്രെൻഡ് refers to long period change. It is smooth and regular and gradual movement of statistical data, and that movement may be upward or downward. Upward movement may be due to population growth, technological improvement, etc. And downward trend may be due to lack of demand, shortage of raw materials, etc. Thus, this secular trend, and also in secular trend we have 4 methods of studying this secular trend. There are 4 methods of studying secular trend. One, free hand curve. Free hand curve method. And second one, semi average method. Third one, moving average method. And fourth one, least square method. Least square method. Free hand curve method 5 marks problem ചോദിച്ചിട്ടുണ്ട്. സെമി ആവറേജ് 5 മാർക്സ്, മൂവിങ് ആവറേജ് ഫോർ 5 മാർക്സ്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഫോർ 15 മാർക്സ്. 15 മാർക്സിൻ്റെ വലിയ പ്രോബ്ലംസ് ഈ ഫോർത്ത് മെത്തേഡിൽ നിന്നാണ് ചോദിക്കുന്നത്. സോ for studying secular trend we have 4 methods. Then what is freehand curve method? Freehand curve method, it's a very simple method out of these 4 for finding trend values for any problem in time series or in secular trend. Our aim is to calculate trend value. Suppose we are given this question here, sales. Then how can we find a trend value using freehand curve method? So in this method we take time along the x-axis and value along y-axis. അപ്പോൾ ടൈമിനെയാണ് എക്സ് ആക്സിൽ എഴുതേണ്ടത്. അപ്പോൾ ടൈം ഇവിടെ ഇയർ ആണ്. ഇയർ എക്സ് ആക്സിലും വാല്യൂവിനെ വൈ ആക്സിലും എഴുതാവുന്നതാണ്. ഇയറിനെ എക്സ് ആക്സിലും വാല്യൂവിനെ വൈ ആക്സിലും എഴുതുന്നു. Then given data, plot down this graph paper. തന്നിരിക്കുന്ന ഡേറ്റയെ ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തുക. 2000, 2001, 2002, 2003, 2004, 2005. And here 60, 70, 80, 90, 100, 110, 120. Thus we take time on x-axis and value on
y-axis. Then corresponding to the year 2000, we have the value 64. 2000 corresponding ആയിട്ട് 64 എന്നുള്ള വാല്യൂ നോട്ട് ചെയ്യും. 64 എന്നുള്ള വാല്യൂ. 2001 at 82. 2002 the 97. 2003 with 71. 2004 with 78. And 2005 with 112. And joining this point, we get a smooth curve. A smooth curve. This curve shows the general tendency of data, that may be either upward or downward. Then our final aim is to draw a trend line. Draw a trend line. In freehand curve method, trend line is drawn such that the area above and below this line are approximately equal. That means here we have this portion. ഈ പോർഷനെ രണ്ടായിട്ട് ഏകദേശം രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഈ ഒരു പോർഷനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യത്തക്ക രീതിയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. നോക്കി ഈ ഒരു പോർഷനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. സ്ട്രൈറ്റ് ലൈൻ. ട്രെൻഡ് ലൈൻ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. നിങ്ങൾക്ക് ആ ട്രെൻഡ് ലൈൻ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഈസ് ദ ഫ്രീ ഹാൻഡ് കർവാണ്. ദെൻ ജസ്റ്റ് വി ഗെറ്റ് എ ട്രെൻഡ് ലൈൻ. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് നമ്മൾ വരച്ച ഈ സ്മൂത്ത് കർവിനെ അതിൻ്റെ പോർഷൻസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ കട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇവിടെ ഈ പോർഷൻ കാണുന്നു, അതിനെ കട്ട് ചെയ്യാവുന്ന രീതിയിൽ ലൈൻ, ഈ പോർഷന് അതിനെയും കട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ. ഇത് സ്റ്റുഡൻസ് വരയ്ക്കുമ്പം എല്ലാവരും വരയ്ക്കുന്നത് ഒരുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഫൈനൽ ആൻസറും വ്യത്യസ്തമായ ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഏകദേശം തുല്യമായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ട്രെൻഡ് ലൈനിനെ വരയ്ക്കുക എന്നുള്ളതാണ്. And the last point is to find trend value. അപ്പോൾ ട്രെൻഡ് വാല്യൂ കാണുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ട്രെൻഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടേബിൾ നമ്മൾ ഫോം ചെയ്യുന്നു. വിത്ത് ഇയർ, ട്രെൻഡ് വാല്യൂ, ഇയർ, ട്രെൻഡ് വാല്യൂ. 2000 എന്ന ഇയറിന്റെ ട്രെൻഡ് വാല്യൂ ഈ ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ഡ്രോ എ perpendicular from 2000 to meet trend line. ഇപ്പോൾ ട്രെൻഡ് ലൈൻ വരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ അത് ട്രെൻഡ് ലൈൻ വരെ വരയ്ക്കണം. നമ്മൾ പഴയ ആദ്യത്തെ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഈ കർവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മായ്ച്ച് കളഞ്ഞ് അതിൽ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ മാത്രമായിട്ട് കാണാൻ പറ്റും. ആ ട്രെൻഡ് ലൈനിലാണ് വരെയാണ് ഈ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം വരച്ച കർവുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല എന്നുള്ളതാണ്. Then draw a perpendicular from here to y-axis. Here we get a particular value. You write this value here. For 72, maybe 72. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതാകണം നിർബന്ധമില്ല. Then 2001. Again draw perpendicular.
ട്രെൻഡ് ലൈൻ വരെ വരയ്ക്കുക. ട്രെൻഡ് ലൈൻ വരെ വരയ്ക്കാവും. അപ്പോൾ അതിന് മുകളിലേക്ക് കൊണ്ട് ഈ കർവ് നമുക്ക് ആദ്യം വരച്ച കർവ് മീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ട്രെൻഡ് ലൈൻ വരെ വരയ്ക്കുക, അവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. 2078, then 2002, എക്സെട്ര. അങ്ങനെ എല്ലാ ഇയറുകളുടെയും ട്രെൻഡ് വാല്യൂ ടേബിൾ വരച്ച് അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യും. ദാറ്റ്സ് എ ഫൈനൽ ആൻസർ, the value of trend value. This is a very easy method for finding trend value. No formula is here, no calculations is here. Only draw or plot given data on graph paper. Join this point, we get a smooth curve. Then draw a trend line to cut this smooth curve equally. And drawing perpendiculars, we can find the trend values. For the university examination, 5 marks ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഉപയോഗിച്ച് ട്രെൻഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുന്നതാണ്. അടുത്ത മെത്തേഡ്, അതായത് സെമി ആവറേജ് മെത്തേഡുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.